എല്ലാവർക്കും നമസ്കാരം. എലീസിയം ബൈ ജ്യോതി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലെ ആദ്യത്തെ ഒരു കുഞ്ഞു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ശരിക്കും എടുക്കേണ്ടതെന്നൊന്നും അറിയില്ല. ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ഉണ്ടാവും, എല്ലാവരും ക്ഷമിക്കണം. ചെടികൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു തരം ആവേശമാണ്. ചെടികൾക്കിടയിൽ എത്ര നേരം ചെലവഴിച്ചാലും വിശപ്പും ദാഹമൊന്നും ഞാൻ അറിയാറില്ല. ഇന്ന് മതിലിന് പുറത്ത് ഞാൻ വച്ചിരിക്കുന്ന ചെടികളൊക്കെ ഒന്ന് വെട്ടി ഒതുക്കി ഭംഗിയാക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. മതിലിന് പുറത്ത് ഞാൻ വച്ചിരിക്കുന്നത് ഹൈബ്രിഡ് നന്ദ്യാർവട്ടാണ്. അത് അധികം വലിപ്പമില്ലാതെ, കമ്പുകളൊന്നും വലിപ്പം വയ്ക്കാതെ നിറച്ച് വെള്ളപ്പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ്. എന്താണെന്നറിയില്ല, കുറച്ച് നാളായിട്ട് അതിൽ പൂക്കൾ അധികം ഉണ്ടാവുന്നില്ല. ഒന്നോ രണ്ടോ കൊലയൊക്കെയാണ് ഉണ്ടാവുന്നുള്ളത്. പണ്ടാണെങ്കിൽ പൂക്കൾ ഇഷ്ടം പോലെ ഉണ്ടാവും, പക്ഷെ നന്നായി ഒന്ന് ആർത്ത് വളർന്ന് വരുമ്പോഴേക്കും അതിനെ എവിടെ നിന്നറിയില്ല പുഴു വന്ന് ആക്രമിച്ച് മുഴുവൻ, നമ്മൾ 2 ദിവസം ശ്രദ്ധിച്ചില്ലെങ്കിൽ 3-ാം ദിവസം വരുമ്പോഴേക്കും ചെടി മുഴുവൻ പുഴു തിന്ന് നശിപ്പിച്ചിട്ടുണ്ടാവും. ഇത് മതിലിന് മുകളിൽ ഞാൻ വെച്ചിരിക്കുന്ന കടലാസ് റോസാണ്. എൻ്റെ വീട്ടിലെ ചെടികളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇവരോടാണ്. കാരണം നവംബർ മുതൽ മെയ് വരെ നമുക്കൊരു പുഷ്പോത്സവം തന്നെയാണ് ഇവർ തരുന്നത്. ഏത് റോട്ടിൽ കൂടെ പോയാലും ഏത് വീടിൻ്റെ മുന്നിലും കടലാസ് റോസ് ഉണ്ടെങ്കിൽ ഞാൻ നന്നായി നോക്കാറുണ്ട്. പക്ഷേ ഹൈബ്രിഡ് വെറൈറ്റി ഒന്നും എൻ്റെ കയ്യിലില്ല, സാധാരണ വെറൈറ്റിയാണ്. 1-2 എണ്ണം വാങ്ങി ഞാൻ പതുക്കെ കമ്പുകൾ കുത്തിവെച്ചാണ് ഞാൻ ഇത്ര അധികം ആക്കിയത്. ഇതിങ്ങനെ പൂവിടാനും ഞാൻ വളമൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. നല്ലോണം വളം ചെയ്ത് കഴിഞ്ഞാൽ നല്ല പൂവുണ്ടാവും. പിന്നെ മതിലിൻ്റെ മുകളിലായിട്ട് ഞാൻ ഐവി പ്ലാന്റ് പടർത്തിയിട്ടുണ്ട്. ഇതൊരു 40 കൊല്ലം മുമ്പുള്ള മതിലാണ്. ഞങ്ങൾ വീട് പണിതിട്ട് ഒരു 26 കൊല്ലമായിട്ടുള്ളൂ. പക്ഷെ അതിന് മുൻപായിട്ട് ഉള്ള മതിലാണ്. അതുകൊണ്ട് തന്നെ മതിൽ നമ്മൾ എത്ര പെയിൻറ്റ് ചെയ്താലും അതിൻ്റെ ഒരു ഫിനിഷിങ് അതിനുണ്ടാവുന്നില്ല. അപ്പം അതിന് പകരമായിട്ടാണ് ഞാനിതിൽ ഐവി പ്ലാന്റ് പടർത്തിയിരിക്കണേ. ഇതൊന്നും നിറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗിയിലായിട്ട് നിർത്തുമ്പോൾ ഒരു പച്ചപ്പ് നിറഞ്ഞ മതിലാവുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ. അപ്പം നമുക്ക് പെയിൻറ്റ് ചെയ്യാതെ തന്നെ മതിൽ നല്ല ഭംഗിയാവുമല്ലോ. ഇപ്പം ഞാൻ വെട്ടുന്ന ചെടി യെസ്റ്റർഡേ ടുഡേ ടുമാറോ എന്നുള്ള ചെടിയാണ്. അതും പൂവൊക്കെ ഉണ്ടാവാറുണ്ട്, പക്ഷേ ഈയിടെയായിട്ട് എന്താണെന്നറിയില്ല അതിനും പൂവിടാനൊക്കെ ആയിട്ടൊരു മടി കാണിക്കുന്നുണ്ട്. ഞാൻ അതിനെയൊക്കെ ചന്നം ഭിന്നം വെട്ടിക്കൊടുക്കുന്നുണ്ട്. ഞാൻ ഏത് ചെടിയെ നല്ലോണം വെട്ടിക്കൊടുക്കും കേട്ടോ. അത് കാണുമ്പോൾ എൻ്റെ ചേച്ചിമാരൊക്കെ പറയും, അയ്യോ നീ പൂവുള്ള ചെടിയല്ലേ, എന്തിനാണ് ഇതിനെ വെട്ടണേന്നൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്. പക്ഷെ എൻ്റെ പോളിസി എന്താണെന്ന് വെച്ചാൽ നന്നായി വെട്ടി ഒതുക്കി നിർത്തിയാലേ ചെടികൾ നല്ല ഭംഗിയാവുള്ളൂ എന്നുള്ളതാണ്. എൻ്റെ ചേച്ചിമാർക്കാണെങ്കിൽ ചെടിയുമ്പോൾ കുറച്ച് പൂവുണ്ടെങ്കിൽ അവർക്കത് വെട്ടാൻ ഭയങ്കര മടിയാണ്. പക്ഷെ എനിക്ക് അങ്ങനെയുള്ള മടിയൊന്നും ഇല്ല കേട്ടോ. കടലാസ് റോസിന് ഞാൻ നല്ല വളം ചെയ്യാറുണ്ട്. ആഴ്ചയിൽ ഒരിക്കൽ 18 മെമ്പവറും കൂടി മിക്സ് ചെയ്ത് ഞാൻ ഇടാറുണ്ട്. ഇത് ഞാൻ റോട്ടിൽ വെച്ചിരിക്കുന്ന ഒരു കൊങ്ങിണിയാണ്. ഇതും നല്ലോണം പൂവുണ്ടാവും, പക്ഷേ ഭയങ്കരമായിട്ട് വലുതാവും. റോഡായതുകൊണ്ട് തന്നെ റോട്ടിൽ കൂടെ പോകുന്ന ആളുകൾക്ക് ഇത് ബുദ്ധിമുട്ടാകണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇതിനെയും വെട്ടുന്നത്. വെട്ടിയ കുറച്ച് കാലത്തേക്ക് വേഗം അധികം വലുതാവാതെ തന്നെ അത് പൂവിടും കേട്ടോ. ചെടി വെട്ടാനായി ആദ്യം ഞാനൊരു കത്രികയൊക്കെ വാങ്ങി, പക്ഷേ പിന്നീട് ഞാൻ കത്തി തന്നെ എടുത്തുകൊണ്ട് വന്നിട്ടാണ് വെട്ടുന്നത്. എനിക്ക് ഈ പ്രാകൃതമായിട്ടുള്ള രീതികളൊക്കെ തന്നെയാണ് പറ്റുള്ളൂ കേട്ടോ. പുതിയ ടെക്നോളജിയൊന്നും എനിക്ക് പറ്റില്ല. ഞാൻ ഇങ്ങനെയൊക്കെയാണ് ശീലിച്ചിരിക്കുന്നത്. അങ്ങനെ കൊങ്ങിണി ഇങ്ങനെ തകൃതിയായി വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വെട്ടലൊക്കെ കഴിഞ്ഞു. വെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉടനെ എനിക്ക് വേസ്റ്റൊക്കെ അവിടെ നിന്ന് എടുത്ത് നീക്കണം. എനിക്ക് മതിലിൻ്റെ പുറമായാലും ഒക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കാനാണ് ഇഷ്ടം. ഞാനെപ്പോഴും മതിലിൻ്റെ പുറത്ത് വെട്ടലും പിടിക്കലൊക്കെ കാണുമ്പോൾ ആളുകൾ പറയും പണിക്കാർക്കൊന്നും കൂലി കൊടുക്കാണ്ട് ഒപ്പിക്കുകയെന്ന്. പക്ഷെ അതല്ല കേട്ടോ, എനിക്ക് മണ്ണിൽ പണിയെടുക്കുക എന്ന് പറഞ്ഞാൽ എന്തോ ഭയങ്കര ഇഷ്ടമാണ്. മണ്ണിൽ ചവിട്ടുമ്പോഴും ചെടികളെ പിന്നാലെ നടക്കുമ്പോഴൊക്കെ എന്തോ ഒരു പുതിയ എനർജി എന്നിലേക്ക് വരുന്ന മാതിരിയാണ് എനിക്ക് തോന്നുക. ആരോ പറയുന്ന മാതിരി ചെടികൾക്കൊക്കെ ഓരോ എനർജി ഉണ്ട്. നമ്മൾ അതിനെ പരിചരിക്കുമ്പോഴും ഒക്കെ ആ എനർജി നമ്മളിലേക്ക് കൂടി അത് പകർന്നു തരികയാണ്. അങ്ങനെ ഞാൻ വെട്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മതിലിൻ്റെ പുറമൊക്കെ വൃത്തിയായിട്ടല്ലേ, നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. എല്ലാ ചെടികളും ഒരേ പാകത്തിൽ ഞാൻ വെട്ടി വെച്ചിട്ടുണ്ട്. മണ്ണിൽ പണിയെടുക്കുമ്പോഴേ ഒരു പ്രത്യേക ഊർജം കിട്ടുന്ന മാതിരിയാണ് എനിക്ക് തോന്നുന്നത്. ആരോ പറഞ്ഞ മാതിരി ചെടികൾക്കുമൊക്കെ ഒരു പ്രത്യേക എനർജി ഉണ്ട്. നമ്മൾ അതിൻ്റെ അടുത്തേക്ക് ചെന്ന് നിൽക്കുമ്പോഴും അതിനെ തലോടുമ്പോഴും അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴൊക്കെ അതിൻ്റെ എനർജിയുടെ ഒരു ഭാഗം അത് നമുക്കും തരുന്നുണ്ട്. എനിക്കിപ്പോൾ 52 വയസ്സായിട്ടും എനിക്ക് ഈ ചെടികളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും എൻ്റെ വീട്ടിലെല്ലാ പണിയെടുക്കുന്നതും ഞാൻ ഒറ്റയ്ക്കാണ്. അതിനൊക്കെയുള്ള എനർജി എനിക്ക് കിട്ടുന്നത് ഈ ചെടികളിൽ നിന്നാണെന്ന് എനിക്ക് തോന്നാറുണ്ട്.
അപ്പോൾ എല്ലാവരും അവരവരുടെ വീട്ടിലൊരു കുഞ്ഞ് ഗാർഡൻ ഉണ്ടാക്കുക, എന്നിട്ട് ആ ഗാർഡനെ സ്നേഹിക്കുക. അപ്പോൾ തന്നെ അറിയാം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം മാറുന്നതായിട്ട് തോന്നും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. എല്ലാവർക്കും വ്ളോഗ് ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങളുടെ കമൻറ്റുകളൊക്കെ ഇതിൽ അറിയിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്